വർഷം 1915. ഒന്നാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. രക്തസിക്തമായ ടണലുകൾ കൂടി മുന്നേറുകയാണ് പട്ടാളക്കാർ. ടണൽ വാർഫെയർ അല്ലെങ്കിൽ ട്രെഞ്ച് വാർഫെയർ ആണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ട വാർഫെയറുകളിൽ ഒന്ന്. സോൾജേഴ്സിന് വളരെ ശക്തമായ അഡ്വാൻസിങ് കേപ്പബിലിറ്റീസ് ട്രെഞ്ച് വാർഫെയർ നൽകിയിരുന്നു. ആക്രമണത്തിനും പ്രത്യാക്രമണത്തിനും ചെറുത്തുനിൽപ്പിനും എല്ലാമുള്ള ഒരു എബിലിറ്റീസ് ഈ ട്രെഞ്ചസ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ട്രെഞ്ചുകൾ ശരിക്കും ഒരു വലിയ നരകമായിരുന്നു. കാര്യം, മരണപ്പെടുന്ന പട്ടാളക്കാരുടെ മൃതദേഹങ്ങൾ പലപ്പോഴും ട്രെഞ്ചുകളുടെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിനകത്താണ് വീണ്ടും പോരാട്ടത്തിന് ഇറങ്ങുന്ന പട്ടാളക്കാർ എത്തിച്ചേരുന്നത്. അവരുടെ ഭക്ഷണത്തിനുള്ള ദൗർലഭ്യത, അങ്ങനെ വലിയ ഇഷ്യൂസും ഈ ടണൽ വാർഫെയറിനുണ്ടായിരുന്നു. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധം ഇതിനെല്ലാം ഇടയിൽ കൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. 1915 ഏപ്രിൽ മാസം റോളൻ ഗാരോസ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് പൈലറ്റ് അദ്ദേഹത്തിൻ്റെ വിമാനം ആകാശത്തേക്ക് ഉയർത്തുകയാണ്. അന്ന് ആ വിമാനത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. സാധാരണ അതിന് മുൻപായി വിമാനങ്ങൾ ഉപയോഗിച്ചിരുന്നത് ആകാശ നിരീക്ഷണത്തിന് മാത്രമായിരുന്നു. അതായത് വിമാനം പറന്നു പോവുകയും ഏത് പൊസിഷനിലാണ് മിലിറ്ററി ഇൻസ്റ്റാൾമെൻറ്റ്സ് ഉള്ളതെന്ന് ഇൻഫർമേഷൻ കൊടുക്കുകയും പിന്നീട് സോൾജേഴ്സ് അങ്ങോട്ട് അഡ്വാൻസ് ചെയ്യുന്ന ഒരു വാർഫെയർ മെത്തേഡിനാണ് വിമാനങ്ങൾ അതിന് മുൻപായി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ അന്ന് റോളൻ ഗാരസ് ഫ്ലൈ ചെയ്ത മൊറൈൻ മോണോപ്ലെയിൻ എന്ന് പറയുന്ന ഒരു സിംഗിൾ സീറ്റർ പ്ലെയിൻ ഒരു ചെറിയ ഒരു മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രൊപ്പലറിന് പിന്നിലായിട്ട് ഒരു മെഷീൻ ഗൺ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മെഷീൻ ഗണ്ണുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എനിമി ലൈൻസിൽ ഫയറിംഗ് നടത്തുക എന്നുള്ളതായിരുന്നു. അന്ന് ആ ഒരു ഓപ്ഷൻ അദ്ദേഹം തിരഞ്ഞെടുത്തപ്പോൾ അതിന് വലിയ ചലഞ്ചും ഉണ്ടായിരുന്നു. കാര്യം, ഈ പ്രൊപ്പലറിൻ്റെ പുറകിലാണ് ഈ മെഷീൻ ഗൺ ഇരിക്കുന്നത്. ഈ പ്രൊപ്പല്ലർ കറങ്ങുന്നതിൻ്റെ ഇടയിൽ കൂടെ വേണം ഈ മെഷീൻ ഗണ്ണ് ഫയർ ചെയ്യുന്ന ഏതാണ്ട് 50% ബുള്ളറ്റ്സും ഈ പ്രൊപ്പല്ലറിൽ തട്ടി ബൗൺസ് ഓഫ് ചെയ്യുമായിരുന്നു. അതിന് പകരമായിട്ട് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു വഴി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഞ്ചിനീയേഴ്സ് കണ്ടുപിടിച്ച ഒരു വഴി, ഈ പ്രൊപ്പല്ലറിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റീൽ വെഡ്ജസ് ഫിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ സ്റ്റീൽ വെഡ്ജസിൽ ഈ ബുള്ളറ്റ്സ് ഹിറ്റ് ചെയ്യുകയും ബൗൺസ് ഓഫ് ചെയ്ത് സോൾജേഴ്സിൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്യും. ഫ്രഞ്ച് എഞ്ചിനീയേഴ്സിൻ്റെ അല്ലെങ്കിൽ ഫ്രഞ്ച് എയർ ഫെയറിൻ്റെ തുടക്കം അവിടെ വന്നായിരുന്നു. വലിയ അഡ്വാൻസ്മെൻ്റ് ആണ് അവർക്ക് ഈ ഒരു പദ്ധതിയിലൂടെ ഫസ്റ്റ് വേൾഡ് വാറിൽ കിട്ടുന്നത്. ഫ്രഞ്ച് വിമാനങ്ങൾ ജർമ്മൻ വിമാനങ്ങളെ വെടിവെച്ച് താഴെയിടുന്നു. ജർമ്മൻകാർക്ക് ഒരു ഐഡിയ ഇല്ല ഇത് എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന്. പക്ഷേ അധികം നാൾ നീണ്ടു നിന്നില്ല. ഏപ്രിൽ 19 റോളൻ ഗാരോസിൻ്റെ വിമാനം എനിമി ലൈൻസിൽ തകർന്നു വീഴുന്നു. അദ്ദേഹം പിടിക്കപ്പെട്ടതിന് ശേഷം ജർമ്മൻ എഞ്ചിനീയർമാർ അദ്ദേഹത്തിൻ്റെ പ്ലെയിനിൻ്റെ എല്ലാ റിവേഴ്സ് എഞ്ചിനീയറിങ് ചെയ്യുന്നു. അവർ അതിശയിച്ചു പോയി, ഇങ്ങനെ ഒരു ഐഡിയയിൽ പ്ലെയിനുകളെ ഉപയോഗിക്കാമെന്നുള്ളത്. അങ്ങനെ അന്ന് ആൻ്റണി ഫോക്കർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ എഞ്ചിനീയർ ഒരു ഇൻട്രപ്റ്റർ കണ്ടുപിടിക്കുന്നു. ഇൻട്രപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ ഗൺ ഫയർ ചെയ്യുന്ന അതേ ടൈമിൽ പ്രൊപ്പല്ലർ ഉണ്ടാവില്ല. അതായത് പ്രൊപ്പല്ലറിൻ്റെയും ഈ മെഷീൻ ഗണ്ണിൻ്റെയും മൂവ്മെൻറ്റിനെ സിങ്ക്രണൈസ് ചെയ്യുന്ന ഒരു ഇൻട്രപ്റ്റർ ഈ ആൻ്റണി ഫോക്കർ കണ്ടുപിടിക്കുന്നു. ജർമ്മൻ പ്ലെയിനുകളിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. പിന്നീട് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിക്ക് വലിയ തോതിലുള്ള ആകാശ മേധാവിത്വം നേടിക്കൊടുക്കുന്നതിൽ ഈ പ്ലെയിനുകൾ വലിയ പങ്കുവഹിച്ചു. ഫൈറ്റർ ജെറ്റ്സുകളുടെ തുടക്കം അവിടെ നിന്നാണ്. നമ്മളൊന്ന് പോകുന്നത് ആ കഥയിലേക്കാണ്. വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറീസ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരുപാട് ഡിസൈൻ ചേഞ്ചസും എഞ്ചിനീയറിംഗ് ചേഞ്ചസും ഒക്കെ ഫൈറ്റർ ജെറ്റ്സുകളുടെ മേൽ നടക്കുകയുണ്ടായി. എങ്ങനെ ഇതിനെ ഓപ്റ്റിമൈസ് ചെയ്യാം, എങ്ങനെ ഇതിനെ ചേഞ്ച് ചെയ്യാം, അങ്ങനെയുള്ള ഒരുപാട് ഡിസ്കഷൻസും സ്റ്റഡീസും ഒക്കെ നടക്കേണ്ടത്. 1939 ഓഗസ്റ്റ് 27 ജർമ്മനിലെ റോസ്റ്റോക്കിൽ നിന്നും ഒരു വിമാനം വലിയ ശബ്ദത്തോടുകൂടി പറന്നു വരികയുണ്ട്. അത് HE-178 എന്ന് പറയുന്ന ലോകത്തിലെ ആദ്യത്തെ ടർബോജെറ്റ് പവേർഡ് ഫൈറ്റർ ജെറ്റായിരുന്നു. പിന്നെയും ഒരുപാട് ചേഞ്ചസ് അതിൻ്റെ അകത്ത് വരികയുണ്ടായി. ശരിക്കും ജർമ്മൻകാർ ആദ്യം ഈ യുദ്ധവിമാനത്തിൻ്റെ കോൺസെപ്റ്റ് അവരുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഈ യുദ്ധവിമാനമൊന്നും നമുക്ക് ആവശ്യമായി വരില്ല, പ്രത്യേകിച്ചും രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് ആവശ്യമായി വരില്ല, പട്ടാളക്കാർ തന്നെയായിരിക്കും യുദ്ധം ഫൈറ്റ് ചെയ്യുന്നതും ജയിക്കുന്നതും. പക്ഷേ പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഗതി നിർണയിച്ചത് ഈ ആകാശ മേധാവിത്വമായിരുന്നു. അമേരിക്കയുടെ ഫാക്ടറികൾ നിർമ്മിച്ച ഫൈറ്റർ ജെറ്റ്സ് യൂറോപ്പിലേക്ക് എത്തുകയും ആ യൂറോപ്പിലുള്ള എൻ്റയർ വാറിൻ്റെ പിക്ചർ തന്നെ മാറ്റിയത് ഈ ഫൈറ്റർ ജെറ്റുകളായിരുന്നു. ഈ ഫൈറ്റർ ജെറ്റുകൾ അന്ന് മെയിൻലി 4 പ്രിൻസിപ്പിൾസിലാണ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. ഒന്ന് സ്പീഡ്. ആദ്യകാല ഫൈറ്റർ ജെറ്റ് അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റിൻ്റെ തുടക്കമെന്ന് പറയാവുന്ന റോളൻ ഗാരോസ് ഓടിച്ച പ്ലെയിനിൻ്റെ സ്പീഡ്
100 മൈലായിരുന്നു 1 മണിക്കൂറിൽ. അത് വളരെ കുറവാണ്. എന്നാൽ 1939 37 ജർമ്മൻ പട്ടാളം ഓടിച്ച ഫ്ലൈറ്റിന് ഏതാണ്ട് 350 മൈൽ പെർ അവർ സ്പീഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 39 വീണ്ടും ഒരു ടെസ്റ്റിംഗ് അവർ നടത്തിക്കൊണ്ട് ഒരു അഡ്വാൻസ്ഡ് ഫ്ലൈറ്റിൻ്റെ, അത് ME-262 എന്ന് പറയുന്ന ഫ്ലൈറ്റ് ആയിരുന്നു. അതിന് ഏതാണ്ട് 540 മൈൽ പെർ അവർ സ്പീഡ് ഉണ്ടായിരുന്നു. സോ സ്പീഡ് ഒരു കാര്യമാണ്. 2 ഫയർ പവർ, എന്തുമാത്രം വെപ്പൺസ് നമുക്കിതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഒരു വലിയ ഫാക്ടറാണ്. സ്പീഡ്, ഫയർ പവർ, ദെൻ മാനോറബിലിറ്റി. മാനോറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അറ്റാക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ശത്രു സൈന്യത്തിൻ്റെ വിമാനങ്ങൾ നമ്മൾ വളയുമ്പോൾ എങ്ങനെ നമുക്ക് ഇതിനിടയിൽ കൊണ്ട് എസ്കേപ്പ് ചെയ്യാം എന്നുള്ള മാനോറബിലിറ്റി. 4ാമതായി സിറ്റുവേഷൻ അവയർനെസ്. സിറ്റുവേഷൻ അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് സാഹചര്യത്തിലാണ് നിൽക്കുന്നത്, എന്തൊക്കെ ത്രെറ്റ്സ് ആണ് നമുക്ക് ചുറ്റുപാടും ഉള്ളത് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുന്നത്. റോളൻ ഗാരോസ് ഓടിച്ച പ്ലെയിൻ തടിയിൽ വയറൊക്കെ വെച്ച് കെട്ടി ഒരു പ്ലെയിൻ എന്ന് വിളിപ്പേര് മാത്രമുള്ള ഒരു സംഭവമായിരുന്നു. അന്ന് സിറ്റുവേഷൻ അവയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തല തിരിഞ്ഞ് തൊട്ടു പുറകിലായി വേറെ വിമാനമുണ്ടോ അല്ലെങ്കിൽ ക്ലൗഡുകളിൽ വിമാനത്തിന് നിഴൽ കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കുക എന്നുള്ളതായിരുന്നു അന്ന് സിറ്റുവേഷൻ അവയർനെസ്. എന്നാൽ ഇന്ന് 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ്സ് F-35B അല്ലെങ്കിൽ സുഖോയ് 57 പോലുള്ള ഫൈറ്റർ ജെറ്റ്സിൽ മില്യൺസ് ഓഫ് ഡേറ്റ പോയിന്റ്സ്, പല വെതർ, താഴെയുള്ള ത്രെറ്റ് അസസ്മെൻറ്റ്സ്, എയറിലുള്ള ത്രെറ്റ് അസസ്മെൻറ്റ്സ്, അങ്ങനെ ഇഷ്ടംമാതിരി ഡേറ്റ പോയിന്റ്സ് ഒരുമിച്ച് കൊണ്ടുവരികയും AI സിസ്റ്റംസ് ഉപയോഗിച്ച് അതിനെ കോംപ്രിഹെൻസീവ്ലി പ്രോസസ്സ് ചെയ്ത് ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കി പൈലറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. സോ 100-110 വർഷം കൊണ്ട് എന്തുമാത്രം അഡ്വാൻസ്മെൻറ്റ്സ് ആണ് ഫൈറ്റർ ജെറ്റ്സിൽ വന്നിട്ടുള്ളതെന്ന് നമുക്കിത് കേൾക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ തിരിഞ്ഞു നോക്കി കാർ ഓടിക്കുന്നു പോലെ റിയർ വ്യൂ മിറർ വെച്ച് നോക്കുന്ന സ്ഥാനത്ത് നിന്നും ഇന്ന് F-35 ഫൈറ്റർ ജെറ്റ്സിൻ്റെ ഹെൽമെറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് $500,000 വിലയുണ്ട്. $500,000 വിലയുണ്ട് ഒരു ഹെൽമെറ്റിന്. അപ്പോൾ എന്തുമാത്രം എക്സ്റ്റെൻസീവ്ലി പൈലറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഡേറ്റ പ്രോസസ്സിംഗ് ആണ് നടക്കുന്നതെന്ന് ആലോചിച്ച് പോവുക. ഈ ഫൈറ്റർ ജെറ്റ്സിൻ്റെ കാര്യത്തിൽ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ് 3rd ജനറേഷൻ ഫൈറ്റർ ജെറ്റ്, 4th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് എന്നുള്ളത്. ശരിക്കും ഫൈറ്റർ ജെറ്റ്സിന് ഇതുവരെ കറണ്ട് സിറ്റുവേഷൻ വരെ 5 ജനറേഷൻ ഫൈറ്റർ ജെറ്റ്സ് ആണുള്ളത്. 1st ജനറേഷൻ, 2nd ജനറേഷൻ, 3rd ജനറേഷൻ, 4th ജനറേഷൻ, പിന്നെ ഒരു 4.5 ഒക്കെ ഉണ്ട്. നമ്മുടെ റഫാലൊക്കെ 4.5 ജനറേഷൻ വരുന്നതാണ്. പിന്നെ 5th ജനറേഷൻ F-35 ലൈറ്റ്നിങ് ഒക്കെ 5th ജനറേഷൻ വരുന്നതാണ്. 6th ജനറേഷൻ കറൻ്റ്ലി ഇൻ ഡെവലപ്മെൻ്റ് ആണ്. പല കൺട്രീസിനും അവരുടേതായ ഡെവലപ്മെൻറ്റ് പ്രോസസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യക്ക് AMCA ഉണ്ട്, യൂറോപ്പിന് FCAS ഉണ്ട്, പിന്നെ അമേരിക്കയ്ക്ക് NAGAD ഉണ്ട്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ പോവാം. പിന്നെ അമേരിക്ക NAGADിൻ്റെ ഭാഗമായി ഡെവലപ്പ് ചെയ്യുന്ന ജെറ്റിന് ബോയിങ്ങിനാണ് എൻ്റെ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത്. F-47 ആണ്. അതൊക്കെ എന്തൊക്കെ അഡ്വാൻസ്മെൻറ്റ് ഫീച്ചേഴ്സ് വരുന്നതെന്ന് നോക്കാം. നമുക്ക് എന്തായാലും 1st ജനറേഷൻ ജെറ്റുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഫൈറ്റർ ജെറ്റുകളുടെ തലമുറകളുടെ കാര്യം 1st ജനറേഷൻ, 2nd ജനറേഷൻ അങ്ങനെ പറയുമ്പോൾ അത് തുടങ്ങുന്നത് 1944-ലാണ്. കാര്യം ആ സമയത്താണ് 2ാം ലോക മഹായുദ്ധം അതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുന്നതും ലോകത്തുള്ള രാജ്യങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നത് അതായത് ഫൈറ്റർ ജെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇനിയുള്ള കാലഘട്ടത്തിൻ്റെ മെയിൻ ഫൈറ്റിംഗ് മെക്കാനിസമാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ഈ 1st ജനറേഷൻ ഡിഫൈൻ ചെയ്തത് ഒരു 1944 തൊട്ട് 1955 വരെയുള്ള ഒരു ദശാബ്ദ കാലമാണ്. ആ സമയത്ത് പ്രധാന ശക്തികളായ റഷ്യ, അമേരിക്ക ഇവരെല്ലാം അവരുടേതായ ഫൈറ്റർ ജെറ്റ്സ് ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. F-80 അമേരിക്കയുടെ ജെറ്റായിരുന്നു. MiG-15 റഷ്യയുടെ ജെറ്റായിരുന്നു. ME-262 എന്ന് പറയുന്നത് ജർമ്മനിയുടെ ഒരു ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ ആക്റ്റീവായിട്ട് എല്ലാവരും അവരുടെ ഫൈറ്റർ ജെറ്റ്സ് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നുള്ള യുദ്ധവിമാനങ്ങളിൽ പ്രധാന ഫൈറ്റിംഗ് മെക്കാനിസമായി ഉപയോഗിച്ചിരുന്നത് തൂക്കുകളായിരുന്നു. തൂക്കുകൾക്കും അപ്പുറം മിസൈൽസോ അല്ലെങ്കിൽ ടാർഗറ്റഡ് ലോക്കിങ്ങോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഡയറക്റ്റായിട്ട് ഈ പോർ വിമാനങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന മെഷീൻ ഗൺസ് അല്ലെങ്കിൽ ഹൈ കപ്പാസിറ്റി മെഷീൻ ഗൺസ് എനിമി ലൈൻസിലോട്ട് യൂസ് ചെയ്യുക എന്നുള്ളൊരു സ്ട്രാറ്റജിയിലായിരുന്നു അന്നത്തെ വിമാനങ്ങൾ ഡിസൈൻ ചെയ്യപ്പെട്ടുള്ളത്. 55 കഴിഞ്ഞു. 55 തൊട്ട് 60 വരെയുള്ള ടൈമാണ് 2nd ജനറേഷൻ ഫൈറ്റർ ജെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ കേട്ട പേരുകളിൽ നിന്നും അതിൻ്റെ എല്ലാം നെക്സ്റ്റ് ലെവലായി. MiG-15 എന്നുള്ളത് MiG-19 2nd ജനറേഷൻ വന്നപ്പോൾ F-100 എന്നുള്ളത് F-80 ആയിരുന്നു ആദ്യമായിട്ട് സൂപ്പർ സോണിക് സ്പീഡിൽ സഞ്ചരിച്ച യുദ്ധവിമാനം. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധവിമാനങ്ങൾ ഈ 2nd ജനറേഷനിൽ ഡെവലപ്പ് ചെയ്ത യുദ്ധവിമാനങ്ങളിലെല്ലാം മെയിൻ ഒബ്ജക്റ്റീവ് ഒരു അമേരിക്ക റഷ്യ ബൈപോളാർ വേൾഡിനെ എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളതായിരുന്നു. അതായത് 2 രാജ്യങ്ങളും ഫോക്കസ് ചെയ്തത് മറ്റു രാജ്യത്തിനെ ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വിമാനം നമ്മുടെ രാജ്യത്തു നിന്നും എത്ര വേഗതയിൽ എനിമി ലൈൻസിൽ പോയി അറ്റാക്ക് നടത്തിയിട്ട് തിരിച്ചു വരാൻ സാധിക്കും എന്നുള്ളതായിരിക്കും.
അപ്പോൾ സ്പീഡായിരുന്നു ഏറ്റവും വലിയ ഫോക്കസ്. സൂപ്പർസോണിക് സ്പീഡുള്ള വിമാനങ്ങൾ ഡിസൈൻ ചെയ്യാനും അതിൻ്റെ നെക്സ്റ്റ് ലെവലിലോട്ടുള്ള ഒരു ഫൗണ്ടേഷനൊക്കെ ലേ ചെയ്യാനുമായിരുന്നു ഈ സെക്കൻഡ് ജനറേഷൻ ഫ്ലൈറ്റുകൾ മെയിൻലി വന്നത്. തേർഡ് ജനറേഷൻ, അതായത് 1960 തൊട്ട് 1970 വരെയുള്ള ടൈം ഫ്രെയിം, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഫൈറ്റർ ജെറ്റുകളുടെ ഏറ്റവും വലിയ അഡ്വാൻസ്മെൻറ്റ്സ് നടന്ന ഒരു ടൈം ഫ്രെയിം. കാരണം ഒരു ഫൗണ്ടേഷണൽ സ്റ്റേജ് ആയിരുന്നു ആദ്യത്തെ 2 ജനറേഷൻ, ഒരു 15 വർഷം, 44 തൊട്ട് 60 വരെയുള്ള ടൈം ഫ്രെയിം. എന്നാൽ 60 തൊട്ട് 70 വരെ ആ ഫൗണ്ടേഷനിൽ നിന്നും കൂടുതൽ കേപ്പബിലിറ്റീസ് ബിൽഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോയി. റഷ്യയുടെ MiG-21 നമ്മൾ ഇന്നും ഇന്ത്യൻ ആർമി ഉപയോഗിക്കുന്ന ഫ്ലൈറ്റുകളിൽ ഒന്നാണ്. ലോകത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസൈൻഡ് ഫൈറ്റർ ജെറ്റ്സിൽ ഒന്നായിരുന്നു MiG-21. അതിൻ്റെ കാലം കഴിഞ്ഞു പോയി, ഏതാണ്ട് ഇപ്പം 60-65 വർഷമായെങ്കിൽ കൂടിയും അതിൻ്റെ കാലത്ത് അതിനെ വെല്ലാനായിട്ട് മറ്റൊരു ഫൈറ്റർ ജെറ്റ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പല റിവ്യൂവേഴ്സും പറയുന്നത്. കാരണം അത് മാത്രമല്ല, അമേരിക്ക എങ്ങനെയാണ് MiG-21-നെ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്തത് എന്നുള്ളൊരു വലിയ കഥയൊക്കെ ഉണ്ട്. MiG-21 ഫ്ലൈറ്റ് എങ്ങനെ അമേരിക്കയിൽ എത്തിച്ചേർന്നു എന്നുള്ളത്. കാരണം സാധാരണഗതിയിൽ ഇവർ ഈ ഫ്ലൈറ്റ് എനിമി കൺട്രിയുടെ ഫൈറ്റർ ജെറ്റ് കിട്ടാനായിട്ട് അതീവ ബുദ്ധിമുട്ടാണ്. അത് കിട്ടാൻ വളരെ ടഫാണ്, മാത്രം കിട്ടത്തില്ല ഓൾമോസ്റ്റ്. പക്ഷേ അമേരിക്ക ഒരു MiG-21 കിട്ടുകയും അവർ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യുകയും ചെയ്തു. ഒരു വലിയ കഥയാണ്, നമുക്ക് വേറെ ദിവസം പറയാം. അപ്പോൾ ഈ ഫൈറ്റർ ജെറ്റ്സ് MiG-21 വന്നു, മിറാഷ് 3 വന്നു. അതായത് ഫ്രാൻസ് ആയിരുന്നു മിറാഷ് എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റ്സ് പ്രോഗ്രാം ഫ്രാൻസിൻ്റെയാണ്. അവർ വളരെ ആക്റ്റീവായിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ജർമ്മനി ഒന്ന് ബാക്ക് ഓഫ് ചെയ്തു. ആദ്യ ജനറേഷനിൽ ഉണ്ടായിരുന്ന ME-262 പോലുള്ള ഫ്ലൈറ്റുകൾ പിന്നീട് അങ്ങോട്ട് പ്രോഗ്രസീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടായില്ല. ഫ്രാൻസ് മുന്നിട്ട് വന്നു, അമേരിക്ക മുന്നിട്ട് വന്നു. F-80 എന്നുള്ളത് മാറി പിന്നീട് നെക്സ്റ്റ് ജനറേഷൻ F-80, F-100 കഴിഞ്ഞ് നെക്സ്റ്റ് ജനറേഷൻ ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാംസ് വരുന്ന ഒരു ടൈമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കേപ്പബിലിറ്റീസ് തേർഡ് ജനറേഷൻ ഫ്ലൈറ്റുകളിൽ ഡിപ്ലോയ് ചെയ്യപ്പെടുകയും അവ ഉപയോഗിക്കുകയും ചെയ്തു. F-4 ഫാൻഡം ആയിരുന്നു അന്ന് അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാം. ഇത് വലിയ തോതിലുള്ള ഒരു ചേഞ്ച് ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാമുകളുടെ കാര്യത്തിൽ നോക്കുക. കാരണം വലിയ രീതിയിൽ ഗവൺമെൻറ് ഫണ്ടിങ് വരാൻ തുടങ്ങി. കാരണം ഗവൺമെൻറ് ഫണ്ടിങ് വന്നാണല്ലോ ഇത്തരം പ്രോഗ്രാംസ് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഗവൺമെൻറ് ഫണ്ടിങ് വരാൻ തുടങ്ങി. കോൾഡ് വാർ തന്നെയായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ. കാരണം ആ സമയത്തുണ്ടായ യുദ്ധങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാവും. അമേരിക്കയും റഷ്യയും നേരിട്ട് യുദ്ധത്തിൽ ഇടപെടില്ല. ഇവർ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ വഴി പോയിട്ട് അവിടെയാണ് യുദ്ധം. വിയറ്റ്നാമോ, നോർത്ത് വിയറ്റ്നാമോ, സൗത്ത് വിയറ്റ്നാം, ഒരാൾ കമ്മ്യൂണിസ്റ്റ് സപ്പോർട്ട്, ഒരാൾ അമേരിക്കൻ സപ്പോർട്ട്, രണ്ടുപേരും കൊണ്ട് അടിക്കുന്നു. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഇത്തരം യുദ്ധങ്ങൾ വളരെ കോമൺ ആയി നടക്കുന്ന ഒരു ടൈം ഫ്രെയിം, ഒരു സമയമായിരുന്നു. പിന്നീടാണ് ഈ ഫോർത്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റ്സ് വരുന്നത്. ഫോർത്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റ്സ് കുറച്ചും കൂടെ എക്സ്റ്റെൻഡഡ് ടൈം ലൈനാണ്. 1970 മുതൽ 1990 വരെയുള്ള ഒരു ടൈം ലൈനാണ് ഈ ഫോർത്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റ്സിൻ്റെ. ഫോർത്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റ്സ് ശരിക്കും അതിന് മുൻപുണ്ടായിരുന്ന ഫൈറ്റർ ജെറ്റ്സുകളെക്കാളും വളരെ അഡ്വാൻസ്ഡ് ആയ കേപ്പബിലിറ്റീസ് ഫോർത്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റ്സ് ഉണ്ടായിരുന്നു. F-16, സുഖോയ് 27, F-18, പിന്നെ അതിന് തന്നെ പല സൂപ്പർ ഹോർണറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് പല വേരിയൻസ് വരുന്നു. മിറാഷിന് തന്നെ കുറച്ച് ഫ്ലൈറ്റ്സ് വരുന്നു. ഒത്തിരി അഡ്വാൻസ്മെൻറ്റ്സ്. പ്രധാനമായ അഡ്വാൻസ്മെൻറ്റ്സ് റഡാർ ഏരിയയിലായിരുന്നു. അതായത് എങ്ങനെ എനിമി റഡാറുകൾ നമുക്ക് ബീറ്റ് ചെയ്യാം, ഒരു സ്റ്റെൽത്ത് ടെക്നോളജി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പല ഫൈറ്റർ ജെറ്റ്സിൻ്റെ കോൺവെർസേഷനിലും കേൾക്കുന്ന ഒരു കാര്യമാണ് സ്റ്റെൽത്ത്. എന്താണ് ഈ സ്റ്റെൽത്ത്? ഈ സ്റ്റെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റഡാർ ഭൂമിയിൽ വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ റഡാറിൻ്റെ സിഗ്നേച്ചേഴ്സ് ഈ റേഡിയോ വേവ്സ് ഇങ്ങനെ എയറിലോട്ട് ബീം ചെയ്തുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റ് ഈ റേഡിയോ ബീമിനെ ക്രോസ് ചെയ്യുമ്പോൾ ആ ഓബ്ജക്റ്റിൽ തട്ടി ഈ റേഡിയോ ബീം തിരിച്ചു വരുമ്പോൾ റഡാറിൻ്റെ പ്രോസസ്സിങ് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്ന ടൈം, പിന്നെ അതിൻ്റെ സൈസ് എല്ലാം ഡിറ്റക്ട് ചെയ്ത് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അതൊക്കെ പ്രോസസ്സ് ചെയ്ത് ഏതാണ്ട് ഈ ഓബ്ജക്റ്റിന് സമാനമായൊരു ചിത്രം ഈ ഒബ്സർവറിന് കൊടുക്കാനായിട്ട് റഡാർ സിസ്റ്റത്തിന് സാധിക്കും. ഇത് ഫൈറ്റർ ജെറ്റുകളുടെ കാര്യത്തിൽ ശരിക്കും ഒരു മരണമണിയാണ്. ഏതെങ്കിലും ഒരു ഫൈറ്റർ ജെറ്റ്സ് ഉണ്ട്, നമ്മൾ താഴെ റഡാർ വെച്ച് ബീം ചെയ്യുവാണ്, അവനെ കണ്ടുപിടിച്ചു, നമ്മൾ ഉടനെ തന്നെ ഈ റഡാർ ഒരു മിസൈൽ സിസ്റ്റമായിട്ട് ലോക്ക് ചെയ്തേക്കും, കണ്ടുപിടിച്ച ഉടനെ മിസൈൽ സിസ്റ്റം ഫയർ ചെയ്യും, ആ എനിമി ഫൈറ്റർ ജെറ്റ്സ് ഡൗൺ ആവും. സോ ടാർഗറ്റഡ് ലോക്കിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഫൈറ്റർ ജെറ്റ്സിലും ഗ്രൗണ്ട് അറ്റാക്ക് സിസ്റ്റത്തിലൊക്കെ വന്നൊരു ടൈമായിരുന്നു ഈ ഫോർത്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ റഡാർ സംവിധാനത്തിന് എങ്ങനെ ബ്രേക്ക് ചെയ്യാം, അതിൻ്റെ റിസൾട്ടായിരുന്നു സ്റ്റെൽത്ത്. സോ സ്റ്റെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പ്രത്യേക കോട്ടിംഗ് ഒക്കെ ഇത് അപ്ലൈ ചെയ്ത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പണിയാണത്. പല കോട്ടിങ്ങും ഹാൻഡ് കൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. പിന്നെ ഒരുപാട് ഈ പേറ്റൻറ്റഡ്
ടെക്നോളജീസ് അതുമായിട്ട് ഇൻവോൾവ് ആയിട്ടുണ്ട്. അമേരിക്ക ഈ അടുത്ത് ഇറാനിൽ ഉപയോഗിച്ച B-2 ബോംബേഴ്സിൻ്റെ ശരിക്കും ഇനിഷ്യൽ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു 70 to 90 ടൈം ഫ്രെയിമിലാണ്. ആ ടൈം ഫ്രെയിമിൽ ഡെവലപ്പ് ചെയ്യുകയും പിന്നീട് അത് ഇന്നും ഉപയോഗിക്കുന്നുള്ളപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻസീവ് കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. വളരെ കോസ്റ്റ്ലിയാണ് ഈ സ്റ്റെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. പക്ഷേ അന്ന് ആ സ്റ്റെൽത്ത് എന്നൊരു കോൺസെപ്റ്റ് വരികയും അത് ആക്റ്റീവ്ലി പിന്നീട് ഉള്ള യുദ്ധവിമാനങ്ങളുടെ പ്രൈം ഫീച്ചറായി മാറുകയും ചെയ്തു. പിന്നെ എയർ ടു എയർ അറ്റാക്ക്, എയർ ടു ഗ്രൗണ്ട്. അപ്പോൾ ഈ യുദ്ധവിമാനങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പാൻസീവ് ട്രജക്ടറി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ 4th ജനറേഷൻ്റെ മെയിൻ ഉദ്ദേശം. എന്ന് പറഞ്ഞാൽ നമ്മളൊരു യുദ്ധവിമാനം ഒരു എനിമി ലൈൻസിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക. ശത്രുവിനെ ആക്രമിക്കുക, പിന്നെ ആകാശ നിരീക്ഷണം നടത്തുക, അങ്ങനെയുള്ള സകലമാന കാര്യങ്ങളും ചെയ്യുക. ശത്രുവിൻ്റെ ഇലക്ട്രോണിക് സിസ്റ്റംസ് ജാം ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ. ഫോർത്ത് ജനറേഷൻ വളരെ ആക്റ്റീവായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ MiG-21 എന്ന് പറഞ്ഞാൽ പിന്നീട് MiG-29 ആയി. ഞാൻ നേരത്തെ അമേരിക്കയുടെ F-Series പറഞ്ഞായിരുന്നു. മിറാഷിൻ്റെ തന്നെ മിറാഷ് 2000 പോലുള്ള ഫൈറ്റർ ജെറ്റ്സ് ഒക്കെ ആ ടൈം ഫ്രെയിമിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 പ്രധാനപ്പെട്ട അഡ്വാൻസ് എന്ന് വെച്ചാൽ അമേരിക്കയുടെ SR-71 ബ്ലാക്ക്ബേർഡ്. SR-71 ബ്ലാക്ക്ബേർഡ് ഒരു 3rd ജനറേഷൻ 60 to 70 ടൈം ഫ്രെയിമിലാണ് ടെസ്റ്റ് ചെയ്തിരുന്നതെങ്കിലും പിന്നീട് 70 to 90 ടൈം ഫ്രെയിമിൽ അത് വളരെ ആക്റ്റീവായി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് എൻജിൻ ഇഷ്യൂസും പെർഫോമൻസ് ഇഷ്യൂസും കാരണം അത് പിന്നീട് ഡെവലപ്മെൻറ്റ് നടത്താതെ ബാക്ക് ഓഫ് ചെയ്തുവെങ്കിലും അന്നത്തെ കാലത്ത് അത് വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു ഡെവലപ്മെൻ്റ് ആയിരുന്നു SR-71 എന്ന് പറഞ്ഞാൽ. പിന്നെ അമേരിക്കയുടെ തന്നെ നൈറ്റ് ഹോക്ക് F-117 എന്ന് പറയുന്ന ഫ്ലൈറ്റും ആ ടൈമിലൊക്കെയാണ് ഡെവലപ്പായി വന്നത്. ഞാൻ ഈ പറക്കുന്ന തളികളുടെ കാര്യം പോയി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഡെവലപ്പ് ചെയ്യുന്ന പല ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാംസും സൂപ്പർ സീക്രറ്റീവ് ആയിരുന്നു. അപ്പോൾ ആൾക്കാർ ഇത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പറക്കുന്ന തളികയാണ് അല്ലെങ്കിൽ ഏലിയനാണ് എന്നൊക്കെ കരുതുകയുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ തുടങ്ങിയ 1944 നിന്നും 1990 ആയപ്പോൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുന്ന വളരെയധികം എക്സ്റ്റെൻഡഡ് കേപ്പബിലിറ്റീസ് ഉള്ള ഒരു ഫൈറ്റിംഗ് മെഷീനായി ഫൈറ്റർ ജെറ്റ്സ് മാറി. ബേസിക്കലി ഏതൊരു യുദ്ധത്തിൻ്റെയും ഗതി നിർണ്ണയിക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് എയർ സുപ്പീരിയോറിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യുദ്ധം പകുതി ജയിച്ചു എന്ന രീതിയിൽ കാര്യങ്ങൾ മാറ്റി തീർക്കാൻ സാധിക്കുന്ന അത്രയും പവർഫുള്ളുള്ള മെയിൻ മെയ്ഡ് എൻജിൻസ് ആയിട്ട് മാറി ഈ ഫൈറ്റർ ജെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നീടൊരു 4.5 തലമുറ വന്നു. അത് 90 to 2005-2000 ആ റേഞ്ചാണ്. കൂടുതൽ റഡാർ കേപ്പബിലിറ്റീസ്, ഏസാ റഡാർസ് പോലുള്ള റഡാർസ് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടു. പിന്നെ ഈ അഡ്വാൻസ്ഡ് ട്രാക്കിംഗ് സിസ്റ്റംസ് കൊണ്ടുവന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പുതിയ ന്യൂ ഫീച്ചേഴ്സ് ഈ 4.5 ജനറേഷനിൽ കൊണ്ടുവന്നു. ബേസിക്കലി ഈ ഫൈറ്റർ ജെറ്റ്സുകൾക്കെല്ലാം പല ഡിഫറെൻറ്റ് ഡ്യൂട്ടീസാണുള്ളത്. ഇപ്പോൾ F-35 ലൈറ്റ്നിങ് അത് 5th ജനറേഷനാണ്. ഞാനതിപ്പോൾ പറയാൻ കാരണം അതിന് തന്നെ 3 വെറൈറ്റീസ് ഉണ്ട്. A-B-C. അത് ഒന്ന് എയർഫോഴ്സിന്, ഒന്ന് നേവൽ ഫോഴ്സിന്, ഒന്ന് ആർമിക്ക്. അവർക്ക് ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻസും ഡിഫറെൻറ്റ് യൂസ് കേസസും ആണ്. ലൈറ്റ് വെയിറ്റ് അങ്ങനെയൊക്കെ ഒരുപാട്. അങ്ങനെ ആ ഒരു രീതിയിലുള്ള കസ്റ്റമൈസേഷനും വരാൻ തുടങ്ങി. അതായത് ഓരോ ആപ്ലിക്കേഷനും അനുസരിച്ച് ഫൈറ്റർ ജെറ്റ്സിനെ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം, എങ്ങനെ അഡ്വാൻസ് ചെയ്യാം എന്ന രീതിയിലുള്ള ഒരു ടെക്നിക്കൽ എവല്യൂഷനും അതിൻ്റെ ഭാഗമായിട്ട് വരാനായിട്ട് തുടങ്ങി. ഇത് 2005 കഴിഞ്ഞപ്പോഴാണ് പിന്നെ ശരിക്കും ഈ 5th ജനറേഷൻ ഫ്ലൈറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈം ആവുന്നത്. ഈ 5th ജനറേഷൻ ഫ്ലൈറ്റ്സ് ആണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളതിൽ ഏറ്റവും അഡ്വാൻസ്ഡ്. ആ ഗണത്തിൽ പെടുന്നതാണ് F-35 ലൈറ്റ്നിങ്, F-22 റാപ്റ്റർ, പിന്നെ Sukhoi 57 അത്ര ആക്റ്റീവായിട്ട് ഒരു കൊമേഴ്ഷ്യൽ സ്കെയിലൊന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ F-35 ലൈറ്റ്നിങ് അമേരിക്ക ഏതാണ്ട് കറൻ്റ്ലി 800 അടുപ്പിച്ച് F-35 ലൈറ്റ്നിങ് സർവീസിലുണ്ട്. F-22 റാപ്റ്റേഴ്സും ഉണ്ട്. F-22 റാപ്റ്ററിൻ്റെ പ്രൊഡക്ഷൻ ലൈൻ 2011 അവർ ക്ലോസ് ചെയ്തായിരുന്നു. F-35 ലൈറ്റ്നിങ്ങിനേക്കാളും വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു ഫ്ലൈറ്റാണ് F-22 റാപ്റ്റർ. പക്ഷേ ഇത് വന്ന സമയത്ത് 1998 ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും പിന്നീട് പോസ്റ്റ് 2000-2010 ആണ് റാപ്റ്റേഴ്സ് വളരെ ആക്റ്റീവ്ലി ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. ഈ റാപ്റ്റർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് ഭയങ്കരമായ അഡ്വാൻസ്ഡ് കേപ്പബിലിറ്റീസ് ആയിരുന്നു, എക്സ്ട്രീംലി അഡ്വാൻസ്ഡ് കേപ്പബിലിറ്റീസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്ക F-22 റാപ്റ്റർ വേറെ ഒരു രാജ്യത്തും സെല്ല് ചെയ്തിട്ടില്ല. കോൺഗ്രസ് ഒരു നിയമം കൊണ്ടുവന്ന് F-22 റാപ്റ്റർ സെല്ല് ചെയ്യാൻ പറ്റില്ല, ബ്ലോക്കിംഗ് ദ സെൽ ഓഫ് F-22 റാപ്റ്റർ എന്ന നിലയിൽ വലിയ രീതിയിലുള്ള ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ആയിരുന്നു. അതിനകത്തുള്ള പല ടെക്നോളജീസുമാണ് F-35 ലൈറ്റ്നിങ്ങിൽ ഓപ്റ്റിമൈസ് ചെയ്ത് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെൽത്ത് ടെക്നോളജീസും പിന്നെ പൈലറ്റിനെ എൻഹാൻസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പൈലറ്റിൻ്റെ F-35 ലൈറ്റ്നിങ്ങിൻ്റെ ഒരു പൈലറ്റിൻ്റെ ഹെൽമെറ്റ് ഏതാണ്ട് $500,000 വരും. ഒരു ഒരു ഹെൽമെറ്റിന്. ഒരു പ്ലെയിനിന് ഏതാണ്ട് $300 മുതൽ $500 മില്യൺ വരും ഒരു പ്ലെയിൻ. അപ്പോൾ ആലോചിച്ചുകൊണ്ട് എന്തുമാത്രം എക്സ്റ്റെൻസീവ് ഡെവലപ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ പലപ്പോഴും ഈ
പല ഫോറത്തിലും ഞാൻ കണ്ടിട്ടുള്ള ഒന്നെന്ന് പറഞ്ഞാൽ F-35 കൊടുക്കുമ്പോൾ എല്ലാ കൺട്രോളും അമേരിക്കയ്ക്കാണ്. അമേരിക്ക വിചാരിച്ചാൽ മാത്രമേ യുദ്ധം പിന്നെ ഈ പ്ലെയിൻ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള അതിൻ്റെ ഒരു കുറേയൊക്കെ മിത്താണ്. ഇതിൻ്റെ ഒറിജിനൽ റിയൽ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ലോക്ക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അവരാണ് ഇതിൻ്റെ പ്രൈം ഡെവലപ്പേഴ്സ്. അവർ തന്നെ എല്ലാ കമ്പോണൻസും അവരെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. പല കമ്പോണൻസും പല കമ്പനീസ് ചേർന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. റോൾസ് റോയ്സ് ആണ് പിന്നെ എൻജിൻ കമ്പോണൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് യൂറോപ്പിലും ഏഷ്യയിലും ഒക്കെ ഉള്ള കമ്പനീസ് എല്ലാം ചേർന്നാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ മെയിൻ ഡെവലപ്പർ ആ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് ലോക്ക്ഹീഡ് മാർട്ടിനാണ്. അപ്പോൾ ഈ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ലോക്ക്ഹീഡ് മാർട്ടിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്കിത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. യുദ്ധത്തിനിപ്പോൾ നമുക്കൊരു ഫ്ലൈറ്റ് എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അമേരിക്കയ്ക്ക് ഒരു കിൽ സ്വിച്ച് ഒന്നുമില്ല. അവരവിടെ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ F-35 താഴെ വരും. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. പക്ഷേ F-35 ലൈറ്റ്നിങ്ങിൻ്റെ ഉപയോഗം അമേരിക്കയ്ക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്ഡേറ്റ്സ് എൻഹാൻസ്മെൻറ്റ്സ് നടത്തണമെങ്കിൽ അമേരിക്കൻ സപ്പോർട്ട് വേണം. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇസ്രായേലിന് അമേരിക്ക കൊടുത്തിരിക്കുന്ന വെപ്പൺസിൽ കുറച്ച് ട്വീക്സ് അവർ അലോ ചെയ്തിട്ടുണ്ട്. കുറേ ട്വീക്സ് ഇസ്രായേലിന് ചെയ്യാം എന്നുള്ള രീതിയിൽ. മറ്റു രാജ്യങ്ങൾക്ക് അതില്ല. ആ ഒരു അഡ്വാൻറ്റേജ് ഇസ്രായേലിനുണ്ട്. പക്ഷേ അതിനുമപ്പുറം ഈ കിൽ സ്വിച്ച് ഒന്നുമില്ല. മറ്റേ ഒരു സ്വിച്ച് ഉണ്ട്, അതിട്ട് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് താഴെ വരും, അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് പോകത്തില്ല. അങ്ങനെയൊന്നുമില്ല. ഫ്ലൈറ്റ്സൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 70s ഇറാന് അമേരിക്ക F-16 കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഈ റവല്യൂഷന് മുമ്പായിട്ടുണ്ടായിരുന്ന ഭരണകൂടത്തിലെ ഈ F-16 അതൊരു പ്രോ അമേരിക്കൻ ഭരണകൂടമായിരുന്നു. അപ്പോൾ അവർക്ക് F-16 കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതൊരു അമേരിക്ക എഗെയിൻസ്റ്റ് ആയ ഭരണകൂടമായി മാറിയപ്പോൾ അവർ F-16 അപ്ഡേറ്റ് ചെയ്യാനുള്ള എല്ലാ പ്രിവിലേജസും സ്റ്റോപ്പ് ചെയ്തു. സോ ഇറാൻ്റെ അടുത്ത് F-16 ഉണ്ട്. പക്ഷേ ആ F-16 ഒരു അപ്ഡേറ്റും ചെയ്യാതെ 50 വർഷമായിട്ട് അവരെടുത്തിരിക്കുന്നതാണ്. സോ ബേസിക്കലി അത് ഒരു ജങ്ക് മാത്രമാണ്. പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. യുദ്ധവിമാനങ്ങൾ നമ്മുടെ അടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാലത്തിന് അനുസരിച്ച് അതിനകത്തുള്ള അപ്ഡേറ്റ്സ് നടത്തുകയും ചേഞ്ചസ് വരുത്തുകയും ചെയ്താൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഫലം അതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ യുദ്ധത്തിന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത് എപ്പോഴും എല്ലാവരും ചോദിക്കാനുള്ളൊരു കാര്യമാണ്, ഈ ഫൈറ്റർ ജെറ്റ്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കാൻ എന്താണ് ഇത്ര പാട്, ഇത്ര ബുദ്ധിമുട്ടെന്നാണ്? ആർക്ക് വേണോ നിർമ്മിക്കാൻ സാധിക്കുന്ന ഒരു സാധനമായിരിക്കില്ല ഫൈറ്റർ ജെറ്റ്സ്. നമ്മളിതിനേക്കാളും വലിയ എഞ്ചിനീയറിംഗ് ടെക്നോളജീസ് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ആർക്ക് വേണോ നിർമ്മിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ലോകത്ത് വളരെ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമേ ഈ ഫൈറ്റർ ജെറ്റ്സ് നിർമ്മിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ, ഇൻഡിജീനിയസ് ആയിട്ട്. ചൈന, അമേരിക്ക, ഫ്രാൻസ്, പിന്നെ റഷ്യ, അങ്ങനെ വളരെ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് സാധിച്ചിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയും ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? ഈ ഫൈറ്റർ ജെറ്റ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ടേറിയ പ്രോസസ്സ് എന്താണ്? നമുക്ക് അതിലേക്ക് പോയാൽ ഈ ഫൈറ്റർ ജെറ്റുകളുടെ നിർമ്മാണത്തിലുള്ള ഏറ്റവും വലിയ ക്രിട്ടിക്കൽ പോയിന്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എൻജിൻ ടർബോ ബ്ലേഡ്സ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അത് വിമാനത്തിൻ്റെ ഒരു ജനറിക് ഓപ്പറേഷൻ നമുക്കെല്ലാം അറിയാം. നമ്മുടെ എൻജിനുണ്ട്, എൻജിൻ കറങ്ങുന്നു, മുന്നിലുള്ള വായുവിനെ ശക്തിയായി അകത്തേക്ക് വലിച്ചിട്ട് ബാക്കിലോട്ട് പുഷ് ചെയ്യുന്നു. സോ ന്യൂട്ടൻ്റെ 3rd ലോ അനുസരിച്ച് വിമാനം മുന്നോട്ട് നീങ്ങും. നമ്മൾ എവരി ഫോഴ്സസിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ പോലെ നമ്മൾ പുറകിലോട്ട് തള്ളുമ്പോൾ വായു നമ്മളെ മുന്നോട്ട് തള്ളും. ഇതാണ് ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് വിമാന ഓപ്പറേഷൻ്റെ. ഫൈറ്റർ ജെറ്റ്സിൻ്റെ കേസിൽ ഇത് ഭയങ്കര എക്സ്റ്റെൻസീവായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. സാധാരണ പാസഞ്ചർ പ്ലെയിനിനേക്കാളും 100 ടൈംസ് ഡിഫിക്കൽട്ടാണ് ഈ ഓപ്പറേഷൻ ചെയ്യാനായിട്ട്. കാരണം വളരെ കുറച്ച് റൺവേയിൽ പോകണം, വളരെ ചെറിയ ഇൻ്റർവെല്ലിൽ തന്നെ ഹൈ സ്പീഡ്, ഹൈ ആൾട്ടിറ്റ്യൂഡൊക്കെ കിട്ടണം. വളരെ എക്സ്റ്റെൻസീവായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഫൈറ്റിംഗ് ഓപ്പറേഷൻ. ഇതിൻ്റെ ഏറ്റവും ക്രിട്ടിക്കൽ പോർഷൻ ഇതിൻ്റെ എൻജിനാണ്. ഇതിൻ്റെ എൻജിനുള്ള ഈ സ്പിന്നിങ് ബ്ലേഡ്സ് ഉണ്ടല്ലോ, ആ ബ്ലേഡ് ഒരു മിനിറ്റിൽ 10,000 പ്രാവശ്യം കറങ്ങും. 10,000 പ്രാവശ്യം. ഇത് കറങ്ങുമ്പോൾ ഈ എൻജിൻ്റെ അകത്തുണ്ടാകുന്ന ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിയാമോ? ഏതാണ്ട് 3000 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഈ 3000 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാൽ ചെമ്പ് പോലുള്ള ലോഹങ്ങൾ ഉരുകിപ്പോവും. അമ്മാതിരി ഫാരൻഹീറ്റാണ്. സോ മെറ്റൽ എൻജിനീയറിങ്ങിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഓപ്റ്റിമൈസ്ഡ് ഡിസൈനാണ് ഈ ഫൈറ്റർ ജെറ്റ്സിൻ്റെ ടർബൈൻ ബ്ലേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു നോർമൽ ലോഹം ഉപയോഗിച്ച് ടർബൈൻ ബ്ലേഡ്സ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ക്രാക്കി. കാര്യം ഇത്രയും സ്പീഡിൽ ഇത്രയും ടെമ്പറേച്ചറിൽ ഇത് കറങ്ങുമ്പോൾ അതിഭയങ്കരമായ പ്രഷർ ഈ ബ്ലേഡിൻ്റെ ഓരോ സിംഗിൾ പോയിന്റിനും വന്ന് പതിക്കും. അത്രയും പ്രഷറിൽ ഇതിന് നിൽക്കാൻ പറ്റില്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് ക്രാക്ക് ചെയ്യുമ്പോൾ ഇത് തകരും. ഇതാണ് ശരിക്കും ഒരു
ഫൈറ്റർ ജെറ്റ് ഇൻഡിജീനിയസ്ലി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഏറ്റവും വലിയ ചലഞ്ച്. പിന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇത് ഉണ്ടാക്കുന്നത് സിംഗിൾ ക്രിസ്റ്റൽ അലോയ്സ് ഉപയോഗിച്ചിട്ടാണ്. സിംഗിൾ ക്രിസ്റ്റൽ അലോയ്സ് ഉപയോഗിച്ച് വളരെ ഹൈലി സീക്രട്ടീവായ ഒരു പ്രോസസ്സിലൂടെയാണ് ഈ ഫൈറ്റർ ജെറ്റ്സിൻ്റെ പിന്നെ ടർബൈൻ ബ്ലേഡ്സ് ഉണ്ടാക്കുന്നത്. ഈ ടെക്നോളജി നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിജീനിയസ് ആയിട്ട് ഫ്ലൈറ്റ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്, പക്ഷേ ഇതിൻ്റെ മോസ്റ്റ് ക്രിട്ടിക്കൽ പാർട്ട് ഇതാണ്. ഈ ടർബൈൻ ബ്ലേഡ്സ് വളരെ സ്ട്രോങ് ആയിട്ടും അതിന് ഏറ്റവും ഹൈ എൻഡ്യൂറൻസ് കേപ്പബിലിറ്റിയോടുകൂടിയും നിർമ്മിക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്കൊരു ഫൈറ്റർ ജെറ്റ് ഇൻഡിജീനിയസ് ഫൈറ്റർ ജെറ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അത് മാത്രമല്ല, ഒരു ഫൈറ്റർ ജെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻജിനൊന്നും ജസ്റ്റ് ഒരു ഫ്ലൈറ്റ് ഓപ്പറേഷൻ അല്ല. ഇതിൻ്റെ അകത്ത് എന്തുമാത്രം ഡേറ്റ പോയിന്റ്സ് വരും എന്ന് ആലോചിച്ച് നോക്കുക. ഫോർ എക്സാമ്പിൾ F-22 റാപ്റ്റർ എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്ററായിട്ട് വരുന്നത്. അതിൻ്റെ സോഴ്സ് കോഡ് നമ്മൾ സ്പേസിലേക്ക് വിട്ട സ്പേസ് ഷട്ടിൽ കൊളംബിയയിലെ സോഴ്സ് കോഡിനെക്കാളും കൂടുതലാണ്. ഏതാണ്ട് 1.7 മില്യൺ ലൈൻസ് ഓഫ് സോഴ്സ് കോഡ് ഈ F-22 റാപ്റ്ററിന് മാത്രമുണ്ട്. കാരണം ഇതിൻ്റെ പല കമ്പോണൻറ്റ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതിൻ്റെ ഓരോ പിന്നെ സിസ്റ്റംസ് എങ്ങനെ കൊഹറൻ്റായിട്ട് അല്ലെങ്കിൽ കൊഹസീവായിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ്. ഇതിനെല്ലാം ഉള്ള ഒരു സോഴ്സ് കോഡ് മെക്കാനിസം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഞാൻ F-35 ലൈറ്റ്നിങ്ങിൻ്റെ ഒരു വീഡിയോ നമ്മൾ ട്രിവാൻഡ്രത്ത് F-35 ലൈറ്റ്നിങ് സ്റ്റക്കായപ്പോൾ അതിനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഈ ഹൈഡ്രോളിക് സിസ്റ്റംസിന് അവരെങ്ങനെയാണ് ഫ്യൂൽ ഡ്രോളിക് സിസ്റ്റംസ് ആക്കി മാറ്റിയെന്നുള്ളത്. ഇതൊക്കെ എഞ്ചിനീയറിംഗ് പ്രോസസ്സിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലാണ്. അപ്പോൾ ഇതിങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ സോഴ്സ് കോഡും ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ സിസ്റ്റംസും അതിനനുസരിച്ച് അപ്ഡേറ്റ് ആവണം. അപ്പോൾ ഇത്തരത്തിലുള്ള ചലഞ്ചസ് ഉള്ളത് കൊണ്ടാണ് ഒരു ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഒരു ഇൻഡിജീനിയസ് ആയിട്ട് ഒരു ഫൈറ്റർ ജെറ്റ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആംക എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ഒരു 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. ബട്ട് അലോങ് സൈഡ് വിത്ത് ദാറ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അത് അത്രയും സിമ്പിൾ പ്രോസസ്സ് അല്ല, വളരെ എക്സ്റ്റെൻസീവായ ഒരു പ്രോസസ്സാണ്. മാത്രമല്ല, ഇന്ത്യ പോലൊരു രാജ്യത്തിന് നമുക്ക് ഒരുപാട് ഒരു ടെക്നിക്കൽ റിസർച്ചിൻ്റെ ഹിസ്റ്ററി ഒന്നുമില്ല. നമ്മൾ 1950 സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമുക്ക് പരിഹരിക്കാൻ ആയിരക്കണക്കിന് വേറെ പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്ക് ഫൈറ്റർ ജെറ്റ്സ് ബിൽഡ് ചെയ്യാൻ പോകത്തുള്ളൂ. നമ്മൾ അതൊക്കെ തുടങ്ങിയത് വളരെ റീസെൻ്റ് ആയിട്ട്, ഒരു 90കളുടെ ശേഷമൊക്കെയാണ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചു പോലും തുടങ്ങിയത്. പക്ഷേ നമുക്ക് സാധിക്കും. ഇറ്റ് വിൽ ടേക്ക് ടൈം. അത് ഇത്ര ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല ഒരു 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ്സ് നിർമ്മിക്കുക എന്നുള്ളത്. എന്നാൽ ഫൈറ്റർ ജെറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു ടെക്നോളജിക്കൽ ചലഞ്ച് ഇതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഓൺ ടോപ്പ് ഓഫ് ദിസ് സ്റ്റെൽത്ത് എന്ന് പറയുന്ന ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഈ സ്റ്റെൽത്തിൻ്റെ ടെക്നോളജി ഭയങ്കര രസകരമായ കഥയാണ്. 1962 ഒരു റഷ്യൻ സയൻറ്റിസ്റ്റ് ഉപ്സേവ് എന്ന് പറയുന്നത്, ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നത് ചിലപ്പം പേര് കറക്റ്റ് ചെയ്യും, ഉപ്സേവ് എന്ന് പറയുന്ന റഷ്യൻ സയൻറ്റിസ്റ്റ് ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യുന്നു. ഇത്തരത്തിൽ റഡാറുകളുടെ ഒബ്സർവേഷൻ ഡിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫൈറ്റർ ജെറ്റ്സ് നിർമ്മിക്കാൻ സാധിക്കുന്നു. റഷ്യക്കാർ പറഞ്ഞാൽ ഇതിനൊന്നും ഒരു കാര്യമില്ല, ഒന്നും സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അവർ ആ പേപ്പർ ഡിസ്കാർഡ് ചെയ്യുന്നു. അമേരിക്ക ആൻഡ് സയൻറ്റിസ്റ്റ് ആ പേപ്പർ കണ്ടുപിടിക്കുന്നു, അവർ ആ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. F-117 നൈറ്റ് ഹോക്ക് എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റെൽത്ത് വിമാനം അവർ ഡെവലപ്പ് ചെയ്യുന്നു. ഈ സ്റ്റെൽത്തിൻ്റെ പെയിൻറ്റിങ് സ്പെഷ്യലൈസ്ഡ് റൂമുകളിൽ സ്പെഷ്യലൈസ്ഡ് പേറ്റൻ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള പെയിൻറ്റ്സാണ് നമ്മൾ അതിനകത്ത് അപ്ലൈ ചെയ്യുന്ന പോലെ. സോ ഓരോ ജനറേഷൻ കഴിയും തോറും ഈ ഫൈറ്റർ ജെറ്റ്സ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാർ മെഷീൻസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി ഒരു 2-3 ജനറേഷൻ കൂടെയൊക്കെ ഫൈറ്റർ ജെറ്റ്സ് കാണുമായിരിക്കും. മേ ബി ഒരു 2 ജനറേഷൻ കൂടെ. അത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി ഡ്രോൺ ബേസ്ഡ് അല്ലെങ്കിൽ AI ബേസ്ഡ് ഫൈറ്റർ ജെറ്റ്സ് ആയിരിക്കാം. പക്ഷേ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒരു മാർവലാണ്. ഈ 1950കളിൽ ആദ്യത്തെ ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തപ്പോൾ എടുത്തിരുന്ന സമയം ഒരു 3 തൊട്ട് 5 വർഷം വരെയായിരുന്നു. കാര്യം റിക്വയർമെൻറ്റ്സ് വളരെ കുറവാണ്, എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക, ബാറ്റിൽ ഫീൽഡ് ഡിപ്ലോയ് ചെയ്യുക, അങ്ങനെ ഒരു ലോജിക്കാണ്. എന്നാൽ ഇന്ന് ഒരു ഫൈറ്റർ ജെറ്റ്സ് പ്രോഗ്രാമത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിസൈൻ ടൈം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 20 വർഷമാണ്. 2005 തുടങ്ങിയതാണ് 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ്സ്. അത് പിന്നീട് ഇപ്പോൾ 6th ജനറേഷനിലേക്ക് പോകുന്നു. അതൊക്കെയാണ് ഈ ഫൈറ്റർ ജെറ്റ്സുകളുടെ ഒരു ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ചലഞ്ചസും അത് എങ്ങനെയാണ് അതിൻ്റെ കേപ്പബിലിറ്റീസൊക്കെ വന്നത്. ഇനി നമുക്ക് സ്വാഭാവികമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളത് എന്താണ് ഇന്ത്യയുടെ സ്റ്റാൻഡ് പോയിന്റ്, എവിടെയാണ് ഇന്ത്യ നിൽക്കുന്നത്? നമ്മളിപ്പോൾ റാഫേൽ വാങ്ങിച്ചപ്പോൾ വലിയ രീതിയിലുള്ള ആരോപണമൊക്കെ വന്നിട്ടുണ്ട്, അങ്ങനത്തെ അഴിമതിയുണ്ട്, ഇതാണെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളുണ്ടായിരുന്നു. നമ്മൾ MiG-21 കുറേ കാലം ഉപയോഗിച്ചിരുന്നു. അപ്പോൾ കുറച്ച് നമ്മൾ ഇൻഡിജിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യണമെന്ന്. ഇൻഡിജിനസ് ഡെവലപ്പ് ചെയ്യുന്ന ചലഞ്ചസ് ആണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത്. പക്ഷേ വേർ ആർ വി ഹെഡഡ്? ഒരു ലോകത്തിലെ ഏറ്റവും വലിയ മിലിറ്ററി പവറുകൾ ഒന്ന് ആ ഇന്ത്യ ഉയരുമ്പോൾ നമ്മുടെ ഫൈറ്റർ ജെറ്റ്സ് പ്രോഗ്രാം എവിടെയാണ് നിൽക്കുന്നത്? നമുക്കതിലേക്ക് ഇപ്പോൾ
ഇനി ഇന്ത്യയുടെ ഒരു ഫൈറ്റർ ജെറ്റ് ഹിസ്റ്ററിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 1960 നമ്മൾ HAL മാരുത് ഡിസൈൻ ആൻഡ് ഡെവലപ്പ് ചെയ്യുന്നത്. അന്ന് ബ്രിട്ടീഷ് എഞ്ചിൻസ് ആണ് നമ്മൾ അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് എഞ്ചിൻ ടെക്നോളജിയാണ് ഇതിലെ മെയിൻ. അന്ന് ആ ഫൈറ്റർ ജെറ്റ്സ് നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് ക്രിഫ്റ്റ് ടാങ്ക് എന്ന് പറയുന്ന ഒരു ജർമ്മൻ എഞ്ചിനീയറായിരുന്നു. അദ്ദേഹം രണ്ടാം ലോക മഹായുദ്ധ ടൈമിൽ ഏറ്റവും സക്സസ്ഫുൾ ആയ ഒരു ഫൈറ്റർ ജെറ്റ് എഞ്ചിനീയറായിരുന്നു. നമ്മളത് ആ ടൈമിൽ ഡിസൈൻ ചെയ്തു. പിന്നീട് നമ്മൾ റഷ്യയിൽ നിന്നും MiG-15s മറ്റും വാങ്ങിയുണ്ടായി, MiG-29s വാങ്ങിയുണ്ടായി നമ്മുടെ മെറീൻ ആവശ്യങ്ങൾക്കായിട്ട്, കപ്പൽസ്, നാവികസേനയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇൻഡിജീനിയസ് ആയിട്ട് അധികം നമ്മൾ ഡെവലപ്പ് ചെയ്യില്ല, കൂടുതൽ നമ്മൾ പിന്നെ വാങ്ങുകയായിരുന്നു. മിറാജ് 2000 ഫ്രാൻസിൻ്റെ അടുത്ത് നിന്ന് വാങ്ങി. റഷ്യയും ഫ്രാൻസുമായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട എയർ സപ്ലയേഴ്സ്. അമേരിക്കൻ ജെറ്റ്സ് ഇന്ത്യ ഇതുവരെ അക്വയർ ചെയ്തിട്ടില്ല. 1990കളിലാണ് നമ്മൾ ശരിക്കും ചിന്തിച്ചു തുടങ്ങിയത് നമുക്ക് സ്വന്തമായിട്ട് ഫൈറ്റർ ജെറ്റ്സ് വേണമെന്നോ. അന്ന് ആ വർക്ക് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചത് HAL ആയിരുന്നു, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്സിൻ്റെ LCA എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു, ലൈറ്റ് കോമ്പാറ്റ് എയർ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് തേജസ് എന്ന് പറയുന്ന ജെറ്റ് നമ്മൾ ബിൽഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ സമയം അതിനെടുക്കുന്നു. ഒരു 5 വർഷം കൊണ്ട് തീർക്കേണ്ട 15-20 വർഷം എടുക്കുന്നു. ഈ അടുത്തായിട്ടാണ് തേജസ് ഇന്ത്യൻ ആർമിയിലോട്ട് പിന്നെ ഓൺ ബോർഡ് ചെയ്യപ്പെട്ടത്. ഏതാണ്ട് 32 ജെറ്റ്സോ മറ്റോ ഇപ്പോൾ ഇന്ത്യൻ ആർമി കറൻ്റ്ലി തേജസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു വലിയ ചേഞ്ച് കൊണ്ടുവരാനായിട്ട് തേജസിന് സാധിച്ചില്ല. എന്നിരുന്നാൽ കൂടിയും ഒരു ജെറ്റ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ജെറ്റ് ഡിസൈൻ ആൻഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചലഞ്ചസ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നല്ലൊരു ലേണിംഗ് പ്രോസസ്സായിരുന്നു ഈ തേജസിൻ്റെ പ്രോഗ്രാം. അതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പല സ്റ്റേജിലായിട്ട് റഷ്യയിലെടുത്തുനിന്നും ഫ്രാൻസിൻ്റെ അടുത്തുനിന്നും ജെറ്റ്സ് വാങ്ങുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ ഏവിയേഷൻ ചരിത്രത്തിൽ ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫാലിൻ്റെ അക്വിസിഷൻ ആയിരുന്നു. അത് കേന്ദ്ര സർക്കാർ വളരെ ബോൾഡായിട്ട് എടുത്ത, വളരെ സ്ട്രാറ്റജിക്കായിട്ട് എടുത്തൊരു ഡിസിഷനാണ്. ഒരുപക്ഷെ ഇന്ത്യൻ ആർമിയുടെ ഹിസ്റ്ററിയിൽ ഇത്രയും നല്ലൊരു പർച്ചേസ് ഡിസിഷൻ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ആൾക്കാരൊക്കെ പറഞ്ഞു അഴിമതി ഉണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. പെർഫെക്റ്റ്ലി ഇന്ത്യൻ സിറ്റുവേഷൻസിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ജെറ്റായിരുന്നു റഫേൽ. അത് മാത്രമല്ല, റഫേലിൻ്റെ എഗ്രിമെൻറ്റ് നമ്മൾ എങ്ങനെ സൈൻ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെക്നോളജി ട്രാൻസ്ഫർ ഉൾപ്പെടെയാണ് സൈൻ ചെയ്തത്. ഇപ്പോൾ ദസാവ് എന്ന് പറയുന്ന ഫ്രഞ്ച് കമ്പനി ടാറ്റയുമായിട്ട് ചേർന്ന് റഫാലിൻ്റെ ഫ്യൂസലേജസ് ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും നമ്മുടെ നാട്ടിൽ തന്നെ ടെക്നോളജിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഇത് വളരെയധികം സഹായകരമാണ്. ഈ റഫാൽ ജെറ്റ്സ് ആദ്യം 36 എണ്ണമാണ് വന്നത്. ഇനി 29 റഫാലിനും കൂടെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അനുമതി കൊടുത്തിട്ടുണ്ട് 63,000 കോടി രൂപയ്ക്ക്. അത് നേവൽ വേർഷനാണ്. റഫാലിൻ്റെ ആദ്യത്തെ നേവൽ വേർഷൻ വാങ്ങുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. വളരെയധികം പ്രതീക്ഷയോടുകൂടി നമ്മുടെ നാവികസേന കാത്തിരിക്കുന്ന ഒരു ജെറ്റാണ് റഫേൽ എന്ന് പറയുന്നത്. MiG-29s ആണ് കറൻ്റ്ലി നമ്മുടെ പിന്നെ വിമാനവാഹിനികൾ, കപ്പലുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. അതിനെ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്ത് ഈ റഫേൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ഇത് എല്ലാം നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഉള്ളിൽ വീണ്ടും ഒരാഗ്രഹം ഉണ്ടായി, നമുക്കൊരു 5th ജനറേഷൻ പ്രോഗ്രാം ഉണ്ടാകണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോഗ്രാമാണ് AMCA എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. അത് HAL ആയിരുന്നു അതിൻ്റെ ലീഡ് ചെയ്യുന്നത്. നമുക്കൊരു 5th ജനറേഷൻ ഫ്ലൈറ്റ് ഇൻഡിജീനിയസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. കേന്ദ്ര സർക്കാർ 2024 ഏതാണ്ട് 15,000 കോടി രൂപയുടെ അലവൻസ് ആ പ്രോഗ്രാമിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഒരു 2 വർഷം 3 വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ഈ ജെറ്റ്സ്. ഇതൊരു ലോങ് ടേമാണ്. അപ്പോൾ ഈ ലോങ് ടേമിൽ ഭരണകൂടങ്ങൾ മാറി വന്നാലും കൃത്യമായ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഓഫൺ ടൈംസ് HAL ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ആർമിയിലെ സൈഡിൽ നിന്നുള്ള റിക്വയർമെൻറ്റ്സിന് ചേഞ്ച് വരും. സോ അവരെല്ലാം ഒരു കൺസെൻസസിൽ വരണം, അവരെല്ലാം ഒരു സ്ട്രീം ലൈൻഡ് അലൈൻമെൻറ്റിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് വളരെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യുള്ളൂ. റിക്വയർമെൻറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡെവലപ്മെൻറ്റിൽ ഒരുപാട് ഡിലേ വരും. തേജസിൻ്റെ കാര്യത്തിൽ ശരിക്കും സംഭവിച്ചത് അതാണ്. അങ്ങനെ ഇന്ത്യ ഈ ആംകെയൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി ഇരിക്കുമ്പോൾ അതാ വരുന്നു വേറെ 3 ലോകത്തിൽ 6th ജനറേഷൻ ഫൈറ്റർ ജെറ്റുകൾ ഡെവലപ്മെൻറ്റിൽ 3 പ്രോഗ്രാംസാണ് ഉള്ളത്. ഒന്ന് നഗാഡ്, അമേരിക്കയുടേത്, അത് നെക്സ്റ്റ് ജനറേഷൻ എയർ ഡിഫൻസ് എന്നാണ്. മറ്റൊന്ന് GCAP, അത് ഗ്ലോബൽ കോമ്പാറ്റ് എയർ പ്രോഗ്രാം, അത് ജപ്പാൻ, UK, ഇറ്റലി ഈ 3 രാജ്യങ്ങളും ചേർന്നിട്ടുള്ള ഇതാണ്. പിന്നെ ഉള്ളത് FCAS, ഫ്യൂച്ചർ കോമ്പാറ്റ് എയർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് അത് ഫ്രാൻസിൻ്റെ ലീഡർഷിപ്പിൽ വരുന്ന ഒരു ഗ്രൂപ്പാണ്. ഇനി 3 ഗ്രൂപ്പുകളാണ് മെയിനായിട്ടുള്ളത്. ഇതിൽ GCAPും FCASും 2 രാജ്യങ്ങളും ഇന്ത്യയിലെടുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങളും ഞങ്ങളുടെ കൂടെ ചേരുക എന്നുള്ളതാണ്. ലോകത്തിൽ ഒരു രാജ്യത്തിൻ്റെ അടുത്തും ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു റിക്വസ്റ്റുമായിട്ട് പോയിട്ടില്ല മറ്റൊരു രാജ്യങ്ങളും ഈ ലീഡർഷിപ്പിൽ നിൽക്കുന്ന. കാര്യം ലീഡർഷിപ്പിൽ നിൽക്കുന്ന രാജ്യങ്ങളുടെ എപ്പോഴുമുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ ടെക്നോളജി തങ്ങളുടെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്.
ജപ്പാൻ ഒഫീഷ്യലി ഒരു ഇൻവൈറ്റ് ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ട്. പ്ലീസ് കം ആൻഡ് ജോയിൻ ദ GCAP പ്രോഗ്രാം എന്നുള്ളതിലേക്ക്. ഫ്രാൻസ് റഫേലുമായിട്ടുള്ള ഒരു ഡീലർഷിപ്പ് വെച്ചിട്ട് ഫ്രാൻസ് പറയുന്നു, ഇന്ത്യ നമ്മൾ ഇങ്ങോട്ട് വരണം, നമുക്ക് റഫാലുമായിട്ടുള്ള ഡീലൊക്കെ ഉള്ളതാണ്, നിങ്ങൾ ഈ സൈഡിലോട്ട് വന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് ഫ്രാൻസ് പറയുന്നു. അമേരിക്ക നഗാഡിലോട്ട് ഇന്ത്യ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ട്രംപ് കുറച്ച് നാൾ, ഇപ്പോൾ കാര്യങ്ങൾ കുറച്ച് വശമാണെങ്കിൽ കൂടിയും കുറച്ച് നാൾ മുമ്പ് അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് F-35 കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ F-35 ഇന്ത്യ അക്യൂർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നഗാഡിൻ്റെ ഭാഗമായി ഒരുപക്ഷെ മാറിയേക്കാം. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഇത് വലിയൊരു ചലഞ്ചാണ്. കാര്യം നമ്മൾ പുതിയ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണോ, അതോ നമ്മൾ ഇൻഡിജീനിയസ് ആയിട്ട് ഇത് ഡെവലപ്പ് ചെയ്യണോ? കാര്യം ഈ സെയിം ടൈമിൽ ഈ ഗ്രൂപ്പിലൊന്നും പെടാതെ അപ്പുറത്തൊരു ഡ്രാഗൺ ഇങ്ങനെ പതുങ്ങിയിരിപ്പുണ്ട്. അത് നമ്മുടെ ചൈനയാണ്. ചൈന അവരുടെ 5th ജനറേഷൻ കഴിഞ്ഞ് J-36 എന്ന് പറയുന്ന 6th ജനറേഷൻ ഫ്ലൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് അവർ ഇൻഡിവിജ്വലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, അവരുടെ 5th ജനറേഷൻ ഫ്ലൈറ്റ്സ് ഒരുപക്ഷെ പാകിസ്ഥാന് സെല്ല് ചെയ്തേക്കാം. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു സെക്യൂരിറ്റി ത്രെറ്റാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ കീ ആയിട്ടുള്ളൊരു ഡിസിഷനാണ്. കാര്യം നമുക്കൊരു ഇൻഡിജീനിയസ് ഫൈറ്റർ ജെറ്റ് നിർമ്മിച്ചെടുക്കാനായിട്ട് ഒരു 10-15 ഇയേഴ്സ് ടൈം വേണ്ടി വന്നിരിക്കും. ഇപ്പോൾ കറൻ്റ്ലി AMCയിലുള്ള ഫ്ലൈറ്റ് 2030-35 നമുക്കൊരു പ്രൊഡക്ഷൻ വെർഷനിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ പലപ്പോഴും ആ ടൈം ലൈൻസ് എക്സ്റ്റെൻഡ് ആയി പോകാറുണ്ട് പല കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ അതിന് നമ്മൾ വെയിറ്റ് ചെയ്യണോ, അതോ നമ്മൾ ഈ നഗാഡോ FCASO അതുപോലുള്ള പ്രോഗ്രാംസിൽ ജോയിൻ ചെയ്യണോ എന്നുള്ളതും വലിയൊരു ചലഞ്ചാണ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജ്യങ്ങളിൽ എല്ലാവർക്കും ഇന്ത്യയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ആവശ്യമാണ്. ബിക്കോസ് പല റീസൺസ് കൊണ്ടാണ്. നമ്മുടെ ഒരു ബ്രെയിൻ പവർ, നമ്മുടെ ഒരു കേപ്പബിലിറ്റി, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ലോകത്തിലുണ്ടാക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒരു സൗത്ത് ഏഷ്യയിലും മൊത്തത്തിൽ ഒരു വലിയ ഇൻഫ്ലുവൻസ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ ഈ എല്ലാ പ്രോഗ്രാമായിട്ടും ജോയിൻ ചെയ്യാൻ നമുക്ക് ഇൻവൈറ്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കറൻ്റ്ലി നമ്മുടെ സ്റ്റേജ് എത്തി നിൽക്കുന്നത്. മേ ബി നമ്മൾ ഇനിയും ഫ്യൂച്ചറിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാംസിലേക്ക് പോവുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ഈ 6th ജനറേഷൻ ഫ്ലൈറ്റ്സിൻ്റെയൊക്കെ കേപ്പബിലിറ്റീസിൽ ചിലതൊക്കെ ഞാൻ വായിച്ചപ്പോൾ എക്സ്ട്രീംലി അൺബിലീവബിൾ കേപ്പബിലിറ്റീസാണ് അതിനകത്ത് വരുന്നത്. ഫോർ എക്സാമ്പിൾ F-47 എന്ന് പറയുന്ന ഒരു ഫ്ലൈറ്റാണ് അമേരിക്ക ഡെവലപ്പ് ചെയ്യുന്നത്. അതിൽ വൺ ഓഫ് ദ 6th ജനറേഷൻ ഫ്ലൈറ്റ്സിൽ വരുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധവിമാനം പോവുക, ഈ യുദ്ധവിമാനത്തിന് വേറെ ഒരു 3-4 അൺമാൻഡ് ഫ്ലൈറ്റ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ ഉണ്ടായിരിക്കും. സോ ഒരു സ്ക്വാഡ്രൺ ഫ്ലൈറ്റ്സ് മേ ബി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്ലൈറ്റ്സ് ഒരു ഒറ്റ 6th ജനറേഷൻ ഫ്ലൈറ്റിൽ നിന്ന് കൺട്രോൾ ചെയ്യുകയും അതിനെ അറ്റാക്ക് ചെയ്യുകയും മൂവ് ചെയ്യാനൊക്കെ പറ്റും. അത് എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറമാണ് ഇതിൻ്റെ ഒരു ടെക്നോളജിക്കൽ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ. മോസ്റ്റ് ഓഫ് ദ ടെക്നോളജീസ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ടെക്നോളജീസിൽ 90% ഓഫ് ടെക്നോളജീസ് വെപ്പൺ ടൈമിൽ അല്ലെങ്കിൽ ഒരു വാർ ടൈമിൽ ഡെവലപ്പ് ചെയ്യപ്പെട്ട ടെക്നോളജീസാണ്. നമ്മുടെ GPS ഉൾപ്പെടെ. GPS ഒക്കെ ആദ്യമായിട്ട് യുദ്ധവിമാനങ്ങൾക്ക് ലൊക്കേഷൻ കണ്ടുപിടിക്കാനും ബോംബ് ഡിപ്ലോയ് ചെയ്യാനും ഒക്കെ ഡെവലപ്പ് ചെയ്ത ടെക്നോളജീസാണ് പിന്നീട് ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നത്. ഇങ്ങനെ ഒരുപാടുണ്ട്. അതിനെപ്പറ്റി എന്തെങ്കിലും വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും ഫൈറ്റർ ജെറ്റ്സിനെ പറ്റി നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് നല്ലൊരു നോളജ് കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. ഡിഫറെൻറ്റ് ജനറേഷൻ ഓഫ് ഫൈറ്റർ ജെറ്റ്സ്, നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു പ്രോഗ്രാം, നമ്മുടെ സ്ക്വാഡ്രൺ, നമ്മൾ പുതുതായിട്ട് അക്വയർ ചെയ്യാൻ പോകുന്ന റഫേൽ ജെറ്റ്സ്, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ്സ്, അങ്ങനെ ഒരു വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടി എന്ന് വിചാരിക്കുന്നു. ഓരോ ഫൈറ്റർ ജെറ്റ്സിൻ്റെ ഓപ്പറേഷൻ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആയ പ്രോസസ്സാണ്. അത്തരം പ്രോസസ്സിലേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ടൈം വരുമ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ ജെറ്റ് എടുക്കുകയും അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യാം. നമ്മുടെ ഭാരതത്തിന് ഒരു പുതിയ ഇൻഡിജീനിയസ് ആയിട്ടൊരു 5th ജനറേഷൻ ഫ്ലൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.